ഹലോ ഗായ്സ്. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം ഞാനിപ്പോൾ തിരിച്ച് വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അത് വേറൊന്നും കൊണ്ടൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ വീട് മാറുമായിരുന്നു. അപ്പോൾ അതിൽ പെറുക്കലും അതിൻ്റെ ഓട്ടവും നടപ്പും കുറേ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് എൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് സോറി പറയാം കേട്ടോ. ഇത്രയും നാളായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും നേരിട്ടൊക്കെ കാണുമ്പോഴൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ, എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന്. അപ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, വേറെ ഒന്നുമല്ല. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, അത് ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാവരും അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ചെയ്യണമെന്ന് എപ്പോഴും ഓർക്കും, പക്ഷേ എനിക്കതിനുള്ള ടൈം കിട്ടാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്കതിനുള്ള ടൈം കിട്ടി തുടങ്ങി. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഒരു വിശേഷമായിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ആ വീട്ടിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളതും. എൻ്റെ ഈ ആദ്യത്തെ വീഡിയോയും ഇവിടെ വെച്ചാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ വീട്ടിൽ കയറിയിട്ടും കുറച്ച് ദിവസമായിട്ടോ. ഫെബ്രുവരി 16-ാം തീയതിയാണ് വെഞ്ചരിച്ച് ഞങ്ങൾ കയറിയത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പിന്നെ ഞാൻ ബിസി ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടും, നല്ല കുട്ടിയായിട്ട്. ഇതിപ്പോൾ രാവിലെ തന്നെ ചേട്ടനും പോയി, ചേട്ടനും ഞാനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. അപ്പോൾ ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെയാണ്, ഫ്രീ ആണ്. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള ജോലികളും എൻ്റെ ഇപ്പോഴുള്ള കുറച്ച് ഹാബിറ്റ്സൊക്കെ ആയിട്ട് അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്ത് പോവാണ് കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നിനക്ക് ബോറടിക്കത്തില്ലേ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബോറടിക്കില്ലെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണ്, ഇപ്പം ഞാൻ ഈ വീട്ടിലിരുന്ന് ഓരോ ജോലികൾ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കത് എപ്പോഴും ചെയ്യാനായിട്ട് തോന്നും. നമുക്ക് ചെയ്യാൻ നേരത്താണെങ്കിലും അത് ചെയ്യണേ മുമ്പാണെങ്കിലും നമുക്ക് അയ്യോ അതിന്ന് ചെയ്യണമല്ലോ, എനിക്ക് വയ്യ എന്നുള്ളൊരു തോന്നത്തില്ല. ഇപ്പം നമ്മൾ ഇഷ്ടമില്ലാണ്ട് ചെയ്യണമെങ്കിൽ നമുക്കത് പിന്നെ ഒരിക്കലും അത് ചെയ്യാൻ തോന്നത്തില്ല. അത് ചെയ്യണ്ടേ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. പക്ഷെ നമ്മളൊരു കാര്യം അറിഞ്ഞ് ഇഷ്ടപ്പെട്ടും ചെയ്യണമെങ്കിൽ നമുക്കത് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. അപ്പോൾ ഓരോ കാര്യങ്ങളും ഞാനങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഞാൻ ചിലപ്പോൾ പാട്ട് കേട്ടിട്ടൊക്കെ ആയിരിക്കും ചെയ്യണത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ പാട്ട് കേട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് എൻ്റെ തലയിലുണ്ടാവില്ല. എന്നാലും ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണ കാര്യങ്ങൾ അങ്ങനെ ചെയ്തങ്ങ് പോണേണ്. നമ്മുടെ ഇത് ഡെയിലി റൊട്ടീനായിട്ട് അങ്ങോട്ട് പോണേണ്. അതുപോലെ തന്നെ സമയം പോണതും അറിയാറില്ല കേട്ടോ. ഇപ്പം ഈ ആളെ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ ആൾ കേട്ടോ, കറുത്തത്. ഈ പുള്ളിയുടെ മൂക്കത്ത് സൈഡിലൊരു മറുക് കണ്ട. അപ്പോൾ അത് ഞാൻ പറഞ്ഞ മൂക്കുത്തി അമ്മനെന്നുണ്ട് ഞാൻ പേരിട്ടേക്കണം. മൂക്കുത്തി എന്ന് വെച്ച് പിന്നെ ഞാൻ മൂക്കുത്തി അമ്മനെന്നാക്കി. അപ്പോൾ ഞങ്ങളുടെ ആളുടെ ചോറ് തിന്നാനാണ് കേട്ടോ ഈ പുള്ളി എപ്പോഴും ഇവിടെ വന്നത്. പിന്നെ വന്ന് ഞങ്ങളായിട്ട് ഇണക്കോയി. പിന്നെ അവിടെ 4 കുഞ്ഞുങ്ങളുണ്ട് ഇതിന്. അപ്പോൾ ഇതുങ്ങൾ അവിടെ നിന്ന് വിളിക്കുമ്പോൾ മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ. ചോറൊക്കെ ഇവളുടെ തന്നെയാണ് എടുത്ത് തിന്നണതൊക്കെ. അവരും കൊടുക്കും ഭക്ഷണം എന്നാലും. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഹാബിറ്റ്. 2026 റെസൊല്യൂഷനാണ് കേട്ടോ ഞാൻ ബുക്സ് വായിക്കുക എന്നുള്ളത്. എനിക്ക് ബുക്സ് വായിക്കാനായിട്ട് നേരത്തെ തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് ഒരു ലൈബ്രറി പോലെ ഉണ്ടാക്കണം വീടെന്നപ്പോൾ. അങ്ങനെ വാങ്ങിക്കാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ സ്ഥലമോ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ 2026 ആയപ്പോൾ ഞാൻ തീരുമാനിച്ച് എന്തായാലും എനിക്ക് ഈ വർഷം ബുക്സ് വാങ്ങിച്ച് തുടങ്ങണം, വായിക്കണം ഒരുപാടെന്നുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് ബുക്സൊക്കെ വാങ്ങിച്ചു. ഇപ്പം ഞാൻ വായിച്ച് തുടങ്ങി കേട്ടോ.
ഒരുപാട് ബുക്സ് ഇപ്പം തന്നെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് ഗാർഡനിങ്. അത് നേരത്തെ തൊട്ടേ ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് പോന്നപ്പോഴേ കുറേ ചെടികളൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായി. അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.